ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ചുള്ള നൂതന കോഴ്സുകൾ കേരളത്തിൽ സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. LICയിൽ ക്ലാസ് 3, ക്ലാസ് 4 റിക്രൂട്ട്മെന്റുകൾ നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ. ഇന്ത്യയിലെ മതേതര പാർട്ടികൾ അർദ്ധവർഗീയ പാർട്ടികളാണെന്ന് എഴുത്തുകാരൻ ഹമീദ് ചേന്ദമംഗല്ലൂർ. കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ ഹെൽത്ത് സൗകര്യങ്ങൾ ആരംഭിച്ചു. ആരോഗ്യരംഗത്ത് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി പീപ്പിൾസ് ഫൗണ്ടേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ച നൂതന കോഴ്സുകൾ കേരളത്തിൽ സാധ്യമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മത്സ്യഫെഡിന്റെ മികവ് പരിപാടിയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സ്യഫെഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മികവ് 2024 പരിപാടിയിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡുകൾ വിനോദസഞ്ചാര പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് വിതരണം ചെയ്തു. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തിനനുസരിച്ചുള്ള നൂതന കോഴ്സുകൾ ഇവിടെ സാധ്യമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. നേരത്തെ SSLC കഴിഞ്ഞാൽ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, +1 അല്ല, ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് മാത്രമായിരുന്നു ചിന്ത. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളും ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു, ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്. എന്നാൽ ഇന്ന് ഒരുപാട് ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. കുട്ടികൾ തന്നെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ ഭാഗമായി പുതിയ പുതിയ മേഖലകളിലേക്ക് കുട്ടികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന സ്ഥിതിയാണ് വരുന്നത്. അതിനനുസൃതമായ കോഴ്സുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആരംഭിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പരിപാടിയിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, ഭരണസമിതി അംഗം VK മോഹൻദാസ്, വാർഡ് കൗൺസിലർ SK അബൂബക്കർ, കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സതീശൻ TV, ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ വിദ്യാധരൻ K, മത്സ്യഫെഡ് ജില്ലാ മാനേജർ മനോജ് E, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LICയിൽ ക്ലാസ് 3, ക്ലാസ് 4 റിക്രൂട്ട്മെന്റുകൾ നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ. കോഴിക്കോട്ട് നടന്ന ഡിവിഷൻ സമ്മേളനത്തിൽ ജീവനക്കാർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു. പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. LICയിൽ ക്ലാസ് 3, ക്ലാസ് 4 തസ്തികകളിൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ ഡിവിഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. LIC ഓഹരി വിൽപ്പന നീക്കം അവസാനിപ്പിക്കുക, പൊതുമേഖലാ ഇൻഷുറൻസിനെ ദുർബലമാക്കുന്ന IRDO നിർദ്ദേശങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ പ്രഭാഷണം നടത്തി. എല്ലാ തരത്തിലുള്ള ആളുകളെയും ആവർത്തിച്ചെടുത്തതാണ്. എല്ലാ ബന്ധപ്പെടുന്ന ട്രെയിനുകളും സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനുകളായിട്ട് മാറി. അതിൽ പ്രാഥമിക എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളും വില കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന നടപടിക്രമങ്ങളിലേക്ക് യഥാർത്ഥ സംവിധാനത്തിലേക്ക് വലിയ മാറ്റം പൂർണ്ണമായിട്ടും ഭൂരിഭാഗത്തിൽ ജനങ്ങൾക്കെതിരായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ട്
പ്രതിനിധി സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ ബാഹുലേയൻ അധ്യക്ഷത വഹിച്ചു. AIIEF വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ, SCZIEF വൈസ് പ്രസിഡന്റ് R സർവമംഗള, AIIPA ജനറൽ സെക്രട്ടറി M കുഞ്ഞികൃഷ്ണൻ, ഡിവിഷൻ ജനറൽ സെക്രട്ടറി IK ബിജു, ട്രഷറർ PK ഭാഗ്യബിന്ദു എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി K ബാഹുലയൻ പ്രസിഡന്റ്, U പ്രദീപൻ, K ഷാജു എന്നിവർ വൈസ് പ്രസിഡന്റ്, MJ ശ്രീറാം ജനറൽ സെക്രട്ടറി, CH സപ്ന, MP അപ്പുണ്ണി, AD പൂർണിമ, PK ഭാഗ്യബിന്ദു തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറി, AM സജിത് ട്രഷറർ, M വിനോദ് അസിസ്റ്റന്റ് ട്രഷററായി തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യയിലെ മതേതര പാർട്ടികൾ അർദ്ധവർഗീയ പാർട്ടികളാണെന്ന് എഴുത്തുകാരൻ ഹമീദ് ചേന്നമംഗല്ലൂർ. സെറീന ട്രസ്റ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ മതേതര ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ മതേതര പാർട്ടികൾ അർദ്ധവർഗീയ പാർട്ടികളാണെന്ന് എഴുത്തുകാരനും ചിന്തകനുമായ ഹമീദ് ചേന്നമംഗല്ലൂർ. പൂർണാർത്ഥത്തിൽ അവയൊന്നും മതേതരമല്ല. അധികാരത്തിന് വേണ്ടി അവർ വർഗീയതയെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ അവസ്ഥയിൽ നിന്ന് അവർ മാറണം. സറീന ട്രസ്റ്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ മതേതര ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന എന്ന ഒറ്റ വിശുദ്ധ ഗ്രന്ഥമേ ഇന്ത്യക്കുള്ളൂവെന്ന് മതേതര പാർട്ടികൾ മനസ്സിലാക്കണം. ഭരണഘടന പൊളിച്ചെഴുതണം. മതേതരം എന്നതുൾപ്പെടെയുള്ള പദങ്ങൾ ഭരണഘടനയിൽ നിന്ന് മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെടുന്നവർ രാജ്യത്തുണ്ട്. ഇസ്രായേലിനെ പോലെ വംശീയ ജനാധിപത്യത്തിലേക്ക് ഇന്ത്യ നടന്നടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യകാല ഇന്ത്യയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ക്ഷേത്രധ്വംസനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു മഹത്തായ ഭൂതകാലമുണ്ടായിരുന്നു. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഭൂതകാലമായിരുന്നു പ്രാചീന ഇന്ത്യയുടെ കാലം. അതായിരുന്നു ഹിന്ദു സമൂഹത്തിൻ്റെ സുവർണകാലം എന്ന് പറയുകയും മധ്യകാലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതിൻ്റെ അധപ്പതനത്തിൻ്റെ കാലമാണ് എന്നും. കാനേഷ് പൂനൂർ, KV അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഹെൽത്ത് സൗകര്യം ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. രോഗിയുടെ പൂർണ്ണ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ ഹെൽത്ത് സൗകര്യം ഏർപ്പെടുത്തി. പദ്ധതിയുടെ ഉദ്ഘാടനം ശ്രീ അഹമ്മദ് ദേവർകോവിൽ MLA ആശുപത്രി നോഡൽ ഓഫീസർ ഡോക്ടർ സുപ്രിയയ്ക്ക് UHID കാർഡ് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ശ്രീ SK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ DMO ഡോക്ടർ AP ദിനേശ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജാത M, ഹെൽത്ത് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ PP പ്രമോദ് കുമാർ, HMC മെമ്പർമാരായ ശ്രീ മനാഫ്, ശ്രീ ഫിറോസ്, ശ്രീമതി ലതാകുമാരി എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്ന രോഗികൾ UHID കാർഡ് കൊണ്ടുവരാനും കാർഡില്ലാത്തവർ ആധാർ കാർഡും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുള്ള ഫോണും കയ്യിൽ കരുതേണ്ടതാണ്. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ സെന്ററുകളിലേക്കുള്ള റഫറൽ സംവിധാനം ഇതുവഴി സുതാര്യമാകും. രോഗിയുടെ സമ്പൂർണ്ണ രോഗവിവരങ്ങൾ ഒരു വിരൽത്തുമ്പിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സന്നദ്ധ സംഘടനയായ പീപ്പിൾസ് ഫൗണ്ടേഷൻ ആരോഗ്യരംഗത്ത് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. കനിവ് പീപ്പിൾസ് കെയർ പദ്ധതിയുടെ പ്രഖ്യാപനം ജൂലൈ 3 കോഴിക്കോട് KPM ട്രൈപ്പൻഡയിൽ നടക്കും. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ പ്രഖ്യാപനം നിർവഹിക്കും. അതിനൊക്കെ ഒരു ആശാകേന്ദ്രമായി ഒരു മെഡിക്കൽ ഗൈഡൻസ് ഉണ്ടാവുക എന്നത് സമയത്തിൻ്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും
അത്തരം ഒരു ജനകീയ ഒരു സംഗതി ജനകീയ സഹകരണത്തോടു കൂടിയും സഹായത്തോടു കൂടിയാണ് ഇത് കഴിയുള്ളൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്രയമാകുന്ന കനിവ് പീപ്പിൾസ് കെയർ സെന്റർ മെഡിക്കൽ കോളേജിന് 400 മീറ്റർ സമീപത്താണ് പണിയുന്നത്. മെഡിക്കൽ കോളേജിൽ ദീർഘകാല ചികിത്സാർത്ഥം എത്തുന്ന അഡ്മിറ്റ് ചെയ്തിട്ടില്ലാത്ത രോഗികൾക്കും രോഗികളുടെ പരിചാരകർക്കും കുറഞ്ഞ ചിലവിൽ താമസ സൗകര്യം, മിതമായ ചിലവിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രികളെയും ചികിത്സാ രീതികളെയും ഡോക്ടർമാരെയും അനുബന്ധ സംവിധാനങ്ങളെയും കുറിച്ച് ഉപദേശങ്ങൾ നൽകുന്ന മെഡിക്കൽ ഗൈഡൻസ് സെന്റർ, കുറഞ്ഞ നിരക്കിൽ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ലഭ്യമാകുന്ന ഫാർമസി എന്നിവയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നതെന്ന് പീപ്പിൾസ് ഫൗണ്ടേഷൻ സാരഥികൾ അറിയിച്ചു. പദ്ധതിയുടെ പ്രഖ്യാപനം ജൂലൈ 3 കോഴിക്കോട്ട് നടക്കും. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പ്രഖ്യാപനം നിർവഹിക്കും. ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ MP അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ ഇദ്രീസ്, PK അഹമ്മദ്, PC താഹിർ, NK മുഹമ്മദ് അലി തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും കനിവ് പീപ്പിൾസ് കെയർ സെന്റർ ചെയർമാൻ ഡോക്ടർ PC അൻവർ, പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M അബ്ദുൾ മജീദ്, പീപ്പിൾസ് ഫൗണ്ടേഷൻ സെക്രട്ടറി അയ്യൂബ് തിരൂർ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗുജറാത്ത് ഹാൻഡ്ലൂം ആൻഡ് ജ്വല്ലറി എക്സിബിഷൻ സെയിൽ CSI ഹാളിൽ ആരംഭിച്ചു. ഡ്രസ് മെറ്റീരിയലുകളുടെയും ചെരുപ്പുകളുടെയും ആഭരണങ്ങളുടെയും ആകർഷകമായ ശേഖരം മേളയിലുണ്ട്. ടെറാക്കോട്ട ഉൽപ്പന്നങ്ങളും മേളയെ വ്യത്യസ്തമാക്കുന്നു. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയൽസ്, ടോപ്പുകൾ, കുർത്തികൾ, കാർപ്പറ്റുകൾ, ജ്വല്ലറി, ഖാദി ഷർട്ടുകൾ, സ്യൂട്ട് പീസുകൾ, ജയ്പൂർ ഹാൻഡ് ബ്ലാക്ക് ഷർട്ടുകൾ, ഫുൽക്കാരി ദുപ്പട്ട, ജയ്പൂർ കിഡ്സ് ഡ്രസ്സുകൾ എന്നിവയുടെ വലിയ ശേഖരം മേളയിലുണ്ട്. ചെന്നൈ പട്ടണ ടോയ്സ്, ഹാൻഡ്മെയ്ഡ് മാറ്റുകൾ, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കാന്ത വർക്കുകൾ, പോച്ചാമ്പള്ളി സാരികൾ, ജയ്പൂർ ഡ്രസ്സുകൾ, ഹോം ഡെക്കറേറ്റീവ്സ്, രാജസ്ഥാൻ ചപ്പലുകൾ, കൊൽക്കത്തയിൽ നിന്നുള്ള ബാഗുകൾ, ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ, ജയ്പൂരിൽ നിന്നുള്ള പ്രശസ്തമായ സ്റ്റോൺ ജ്വല്ലറികൾ എന്നിവയും മേളയിലുണ്ട്. ജ്വല്ലറികൾക്ക് 10% ഓഫും ഹാൻഡ്ലൂമുകൾക്ക് 20% ഓഫും ഉപഭോക്താക്കൾക്കായി പ്രദർശനത്തിൽ നൽകുന്നു. ഗുജറാത്തി ജ്വല്ലറി, ഷർട്ട്, കുർത്തീസ്, ഒരുപാട് ബെഡ്ഷീറ്റുകളുണ്ട്. നല്ല വെറൈറ്റി ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടും. വിൽപ്പനയിലും അതിമനോഹരമായ ഹാൻഡ് എംബ്രോയ്ഡറി പ്രോഡക്ട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ടെറാക്കോട്ട ഉൽപ്പന്നങ്ങൾ, അത്യധികം വിപുലമായ ജ്വല്ലറി ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. ജയ്പൂർ, വെസ്റ്റ് ബംഗാൾ, ഭഗൽപൂർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കൈത്തറി, ടെറാക്കോട്ട ഉൽപ്പന്നങ്ങളാണ് മേളയുടെ മുഖ്യ ആകർഷണം. വൈവിധ്യങ്ങളായ പല ഉൽപ്പന്നങ്ങളും നിറഞ്ഞ ഒരു മേളയാണിത്. ഇവിടെ പലതരം ഡ്രസ് മെറ്റീരിയലുകളും യുവതലമുറയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗൃഹോപകരണങ്ങളും ആഭരണങ്ങളും കാർപ്പറ്റുകളും എല്ലാം ഇവിടെ നമുക്ക് ലഭിക്കും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ കാർപ്പറ്റും അതുപോലുള്ള ഡ്രസ് മെറ്റീരിയലുകളും എല്ലാം വളരെ ക്വാളിറ്റി ഉള്ളതാണ്. മാനാഞ്ചിറ CSI ഹാളിൽ ഞായർ ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-നാണ് പ്രദർശനത്തിലേക്കുള്ള പ്രവേശനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
വാർത്തകൾ തുടരുന്നു. പാലട പായസവും ഇളനീർ ഐസ്ക്രീമും പുറത്തിറക്കി മിൽമ. പ്രവാസികൾക്കായാണ് മിൽമ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചത്. 2 ഉൽപ്പന്നങ്ങളും കേരളത്തിൽ എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാകും. പാലട പായസവും ഇളനീർ ഐസ്ക്രീമും പുറത്തിറക്കി മിൽമ. പ്രവാസികൾക്കായി വിദേശത്തേക്ക് കയറ്റി അയക്കാനാണ് റെഡി ടു ഡ്രിങ്ക് പാലട പായസം മലബാർ യൂണിയനും ഇളനീർ ഐസ്ക്രീം എറണാകുളം യൂണിയനും പുറത്തിറക്കിയത്. 2 ഉൽപ്പന്നങ്ങളും സംസ്ഥാനത്തെ എല്ലാ ഔട്ട്ലെറ്റുകൾ വഴിയും ലഭ്യമാകും. 12 മാസം വരെ കേടുകൂടാതിരിക്കുന്ന പാലട പായസമാണ് മിൽമ വിപണിയിൽ എത്തിക്കുന്നതെന്ന് മിൽമ ഫെഡറേഷൻ ചെയർമാൻ KS മണി പറഞ്ഞു. മൈക്രോവേവ് അസിസ്റ്റഡ് തെർമൽ സ്റ്റെറിലൈസേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അസെപ്റ്റിക് രീതിയിലാണ് പാലട പായസം തയ്യാറാക്കുന്നതും പാക്ക് ചെയ്യുന്നതും. ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിലുള്ള ടാറ്റയുടെ അത്യാധുനിക MMTS സ്മാർട്ട് ഫുഡ് പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. 4 പേർക്ക് വിളമ്പാനാകുന്ന 400 ഗ്രാം പാക്കറ്റിലാണ് ഇത് വിപണിയിലെത്തുക. 150 രൂപയാണ് വില. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. തീവണ്ടി യാത്രാ ദുരിതം ചർച്ച ചെയ്യാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചതിനെ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ഭാരവാഹികളുടെ യോഗം സ്വാഗതം ചെയ്തു. മലബാറിന്റെ സമഗ്ര വികസനത്തിനും എയർ, റെയിൽ, റോഡ്, ജലഗതാഗതം പുഷ്ടിപ്പെടുത്തുന്നതിനും വേണ്ടി മുഖ്യമന്ത്രിക്കും സഹമന്ത്രിമാർക്കും മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ നിവേദനം സമർപ്പിച്ചിരുന്നു. തീവണ്ടി യാത്രാ ദുരിതം ചർച്ച ചെയ്യാൻ ജൂലൈ 3-ന് മന്ത്രി അബ്ദുറഹിമാന്റെ ചേംബറിൽ സദേൺ റെയിൽവേ സോണൽ മാനേജർ, തിരുവനന്തപുരം പാലക്കാട് ഡിവിഷണൽ മാനേജർമാർ, കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് MD എന്നിവരെ പങ്കെടുപ്പിച്ച് വിളിച്ചു ചേർത്ത യോഗം യാത്രക്കാരിൽ പ്രതീക്ഷ നൽകുന്നതായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ യോഗം വിലയിരുത്തി. അതിൽ പങ്കെടുക്കാൻ നമ്മൾ എന്തെല്ലാം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം, സമർപ്പിക്കുന്ന രേഖകൾ എഴുതിയെടുക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അതേക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് ഈ യോഗം വിളിച്ച് ചേർത്ത് വയ്ക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സംഘടനാ നേതാക്കളെയും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന് വേണ്ടി അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ നിയമിക്കുകയാണ്. തുടർന്നുള്ള ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ എന്തെല്ലാം മുഖ്യമന്ത്രിയുമായിട്ടും അതുപോലെ വകുപ്പ് മന്ത്രി, റെയിൽവേ വകുപ്പ് മന്ത്രി ചാർജുള്ള അബ്ദുറഹിമാൻ സാഹിബുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്തെല്ലാം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. MDC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി A. ശിവശങ്കരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് PI അജയൻ, ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി കൺവീനർ ജോയ് പ്രസാദ് പുളിക്കൽ, സെക്രട്ടറി കുന്നോത്ത് അബൂബക്കർ, വിവിധ സംഘടനാ പ്രതിനിധികളായ N. രാജീവൻ, നോവെക്സ് മൻസൂർ, MC ജോൺസൺ, CC മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അക്ഷരദീപം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശ്രീരഞ്ജിനി ചേവായൂരിന്റെ 4ാമത്തെ പുസ്തകമായ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം കുടചൂടിയ നിറമുള്ള ഓർമ്മകൾ പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ മുതിർന്ന കവി PP ശ്രീധരൻ ഉണ്ണിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ശ്രീ വത്സൻ നെല്ലിക്കോട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ശ്രീ വിജയൻ T പുസ്തക പരിചയം നടത്തി. ആദ്യ വിൽപ്പന ശ്രീ ജഗത്മൻ ചന്ദ്രപുരി വാർഡ് കൗൺസിലർ ശ്രീ ഈസ അഹമ്മദിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. എഴുത്തുകാരായ ബാലു പൂക്കാട്, സിറു റസാഖ്, ഗ്രന്ഥകാരി ശ്രീരഞ്ജിനി ചേവായൂർ എന്നിവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് ഇക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലയിലെ +2 പരീക്ഷയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ 200-ൽ 200 മാർക്ക് നേടിയവരെ അനുമോദിച്ചു. മുൻ മന്ത്രിയും കോഴിക്കോട് സൗത്ത് MLAയുമായ ശ്രീ അഹമ്മദ് ദേവർകോവിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാംപറമ്പിൽ SJ മുഖ്യാതിഥിയായിരുന്നു. ഫറൂഖ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KM നസീർ മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ കോർഡിനേറ്റർ ശ്രീ G. മനോജ് കുമാർ ആശംസാ സന്ദേശം നൽകി. ഇക്ലാറ്റ് ഇന്റർനാഷണൽ CEO അബു നബീൽ മുഹഫദ്, ഹയർ സെക്കൻഡറി അധ്യാപിക ഡോണ ടോം, ബിൻഷ ഷാറൂഖ് ഖാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി ശ്രീ S. ശ്രീജിത്ത് സ്വാഗതവും ട്രഷറർ കവിത NT നന്ദിയും പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ബീച്ചിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഡേയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഡേയും ആഘോഷിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓർത്തോ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിബിൻ സുരേന്ദ്രനെ ആദരിച്ചു.
ചാർട്ടേഡ് അക്കൗണ്ടന്റായ ഷിബുലാൽ കെ കമലിനെയും ചടങ്ങിൽ ആദരിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ MP ശ്രീജയൻ, ഡോക്ടർ ജേക്കബ് മാത്യു, ഡോക്ടർ രാജേഷ് പുരുഷോത്തമൻ, ഡോക്ടർ PC മുരളീധരൻ, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ ക്ലബ്ബ് പ്രസിഡന്റ് K കനകരാജൻ, സാംസൺ M ജോൺ, സജീവ് കുമാർ PS സൂരജ്, MK സന്തോഷ് കുമാർ, ജോസഫ് മാത്യു, E രജീഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ അബ്ദുൾ കബീർ, രാജേശ്വരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുട്ടാഞ്ചേരി കരയോഗ വാർഷിക ജനറൽ ബോഡി യോഗം പൂന്താനത്ത് വീട്ടിൽ വെച്ച് നടന്നു. സെക്രട്ടറി സദാനന്ദൻ നായർ സ്വാഗതം പറഞ്ഞ പരിപാടി പ്രസിഡന്റ് K ബാലൻ നായർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ ചെയർമാൻ ശ്രീ സുകുമാരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന കരയോഗം അംഗങ്ങളെ പൊന്നാട നൽകി ആദരിച്ചു. SSLC +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. യൂണിയൻ സെക്രട്ടറി സുധീരൻ, യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് സരസ്വതി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. SDPI മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി മാവൂരിലെ പാറമ്മലിൽ താമസിക്കുന്ന സൈനുദ്ദീന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുൾ ഹമീദ് മാസ്റ്റർ നിർമ്മാണ കമ്മിറ്റി ട്രഷറർ ഷരീഫ് UK നൽകിക്കൊണ്ട് നിർവഹിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ, SDPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി K ഷമീർ, മണ്ഡലം പ്രസിഡന്റ് റഷീദ് P, മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മുനീർ, മഹല്ല് ഖത്തീബ് മുഹമ്മദ് ബാക്കഫി തുടങ്ങിയവരും സംബന്ധിച്ചു. യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ് സർവീസ്മെൻ സെക്യൂരിറ്റി ഗാർഡുകൾക്കായി സുരക്ഷാ പരിശീലന ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനിംഗ് ക്ലാസ് നടത്തി. റിട്ടയർഡ് സുബേദാർ മേജർ NP വസന്തൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ജനറൽ സെക്രട്ടറി KD അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് സുബേദാർ M ബേബി, റിട്ടയർഡ് നായക് സുബേദാർ MK കൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. SSB ആർമി ഓഫീസറായി തിരഞ്ഞെടുത്ത T ആദിത്യൻ പ്രശാന്തിനെ ആദരിച്ചു. CK രവീന്ദ്രൻ, KR ശോഭന, K വേലായുധൻ, K പ്രേംകുമാർ, OK മനോജ്, TK നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ചുള്ള നൂതന കോഴ്സുകൾ കേരളത്തിൽ സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. LICയിൽ ക്ലാസ് 3, ക്ലാസ് 4 റിക്രൂട്ട്മെന്റുകൾ നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ. ഇന്ത്യയിലെ മതേതര പാർട്ടികൾ അർദ്ധവർഗീയ പാർട്ടികളാണെന്ന് എഴുത്തുകാരൻ ഹമീദ് ചേന്ദമംഗല്ലൂർ. കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ e-ഹെൽത്ത് സൗകര്യങ്ങൾ ആരംഭിച്ചു. ആരോഗ്യരംഗത്ത് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി പീപ്പിൾസ് ഫൗണ്ടേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.